ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ 8 പുസ്തകങ്ങൾ സംക്ഷിപ്തമായിട്ട് അപഗ്രഥിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ രൂത്തിൻ്റെ പുസ്തകം വരെയാണ് നാം എത്തിയത്. ഈ ക്ലാസ്സിൽ നമുക്ക് 1 ശമൂവേൽ 2 ശമൂവേൽ പുസ്തകങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒന്നാമത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട കാര്യം, ചരിത്രം തുടരുന്നു. യോശുവയുടെ പുസ്തകം മുതൽ ചരിത്ര പുസ്തകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ചരിത്രം തുടരുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ രാജഭരണം വരുന്നു എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ പ്രത്യേകത. ഇതുവരെ രാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച വാക്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ രാജഭരണത്തിലേക്ക് വരുന്ന ചരിത്രത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ നാം പ്രവേശിക്കുന്നതെന്നുള്ളത് ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അതോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു ലളിതമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഇരട്ട പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ഡബിൾ ബുക്സ്. 1 ശമൂവേൽ 2 ശമൂവേൽ, 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം മുതലായ ഇരട്ട പുസ്തകങ്ങൾ. ആ ഇരട്ട പുസ്തകങ്ങളുടെ ആരംഭം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ശമൂവേലിൻ്റെ പുസ്തകം മുതൽ ദിനവൃത്താന്ത പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ, അതായത് ശമൂവേൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആദ്യ കാലഘട്ടത്തിൽ കിങ് ബുക്സ്, രാജാക്കന്മാരുടെ പുസ്തകം എന്ന് മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്താണ് ശമൂവേലിൻ്റെ പുസ്തകമെന്നും രാജാക്കന്മാരുടെ പുസ്തകമെന്നും ദിനവൃത്താന്ത പുസ്തകമെന്നും ഒക്കെ അത് വിഭജിച്ചത്. ഈ കാര്യങ്ങൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം ഒരു ഡെഫിനിറ്റ് പീരിയഡ്, ഒരു കൃത്യം കാലഘട്ടത്തെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതെവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ, ശമൂവേലിൻ്റെ ജനനം മുതൽ ശൗലിൻ്റെ മരണം വരെ. ശമൂവേലിൻ്റെ ജനനം മുതൽ എന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ ആരാണെന്നുള്ളത് ഓർക്കണം. അവസാനത്തെ ന്യായാധിപനാണ്. ശൗൽ ആദ്യത്തെ രാജാവുമാണ്. അപ്പോൾ അവസാനത്തെ ന്യായാധിപനായ ശമൂവേലിൻ്റെ ജനനം മുതൽ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ പുസ്തകം അപഗ്രഥിക്കുന്നത്. അത് എത്ര കൊല്ലം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ 115 വർഷം. 115 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആകെ ഈ പുസ്തകത്തിന് 31 അധ്യായങ്ങളാണുള്ളത്. എഴുത്തുകാരൻ ശമൂവേൽ ആണ് എന്നുള്ളത് വ്യക്തമാണ്. കുറഞ്ഞ വർഷം ആദ്യത്തെ 25 അധ്യായങ്ങളെങ്കിലും ശമൂവേൽ എഴുതിയതാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ കോ ഓതേഴ്സ്, കൂടെ പുസ്തകം എഴുതിയ ആളുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് നാഥാൻ, ഗാദ്. അത് മനസ്സിലാക്കാൻ 2 വാക്യങ്ങൾ വായിച്ചാൽ ഗ്രഹിക്കാൻ പറ്റും. ബൈബിൾ സർവേ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. മറന്നുപോയവർക്ക് വേണ്ടി പെട്ടെന്ന് ഓർത്തിരിക്കുന്നതിനായിട്ട് 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ആദ്യം വായിക്കാം. അതിനുശേഷം 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ നിന്നും വായിക്കാം. 1 ശമൂവേൽ 10:25. അതിന്റെ ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അപ്പോൾ ശമൂവേൽ ഒരു പുസ്തകം എഴുതി എന്നവിടെ കാണുന്നുണ്ടല്ലോ. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളും കൂടി വായിച്ചാൽ അവിടെ ഈ രചനയിൽ സഹായിച്ച ആളുകളുടെ പേരുകൾ നമുക്ക് കാണാം. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യാന്ത വൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിൻ്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിൻ്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത് 3 കൂടെ ചേർത്താൽ മതി. ശമൂവേലിൻ്റെ വൃത്താന്തം, നാഥാൻ്റെ വൃത്താന്തം, ഗാദിൻ്റെ വൃത്താന്തം. ഇവർ 3 പേരും കൂടാണ് ഈ പുസ്തകം രചിച്ചത്. ശമൂവേലിൻ്റെ മരണശേഷം നാഥാനും ഗാദുമായിരിക്കണം പിന്നീടുള്ള പുസ്തകങ്ങൾ രചിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ പ്രസ്താവനകളിൽ നിന്ന് ഗ്രഹിക്കാമല്ലോ. പുസ്തകത്തിൻ്റെ വിഭജനം നോക്കുകയാണെങ്കിൽ ആകെ 31 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. 1 മുതൽ 8 വരെ, 9 മുതൽ 15 വരെ, 16 മുതൽ 31 വരെ. അത് ബയോഗ്രഫിക്കൽ, ജീവചരിത്രപരമാണ്. ഓരോ ഭാഗത്തും ഓരോ ആളുകളുടെ ജീവചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 8 അധ്യായങ്ങളിൽ ശമൂവേലിൻ്റെ ജീവചരിത്രമാണ്. ശമൂവേൽ അവസാനത്തെ ന്യായാധിപനാണെന്നുള്ള കാര്യം ഓർക്കുക. 9 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ ശൗലിൻ്റെ ജീവചരിത്രമാണ്. അദ്ദേഹം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണെന്നുള്ള കാര്യം ഓർക്കുക. 16 മുതൽ 31 വരെ ദാവീദിൻ്റെ ചരിത്രമാണ്. ദാവീദ്
രണ്ടാമത്തെ രാജാവ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള രാജാവ് എന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പോൾ 3 ആളുകളുടെ ജീവചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്: ശമൂവേൽ, ശൗൽ, ദാവീദ്. അവസാനത്തെ ന്യായാധിപൻ, 1-ാമത്തെ രാജാവ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള രാജാവ്. 1 മുതൽ 8 വരെ, 9 മുതൽ 15 വരെ, 16 മുതൽ 31 വരെ. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ഈ പുസ്തകം തുടങ്ങുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. മുന്നോട്ട് പോകുമ്പോഴും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഈ പുസ്തകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം. 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഹന്നയുടെ പ്രാർത്ഥന കാണാം. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ശമൂവേൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 7:5. 1 ശമൂവേൽ 7:5. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനും മിസ്പായിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 8:6. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞങ്ങൾ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. 12:23 വളരെ പ്രസിദ്ധമായ വാക്യമാണ്. പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നതിനാൽ ഞാൻ പാപം ചെയ്യാനിടയാകരുത്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. അപ്പോൾ പ്രാർത്ഥനയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നോർക്കുക. അതുകൊണ്ട് ഈ പുസ്തകം നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിലുള്ള പ്രത്യേക സ്ഥാനം, അതൊരിക്കലും മറന്നു പോകരുത്. ഈ പുസ്തകത്തിന് ചില സവിശേഷതകളുണ്ട്. അത് നമ്മൾ ചുരുക്കത്തിൽ ക്രോഡീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ദൈവത്തിനൊരു പുതിയ നാമം ഈ പുസ്തകത്തിൽ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണാം. എന്താണ് ആ പേര്? സൈന്യങ്ങളുടെ യഹോവ. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുക. അവിടെ നമുക്ക് ആദ്യമായിട്ട് സൈന്യങ്ങളുടെ യഹോവ എന്ന ഒരു പുതിയ നാമം ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് കാണാം. അവൻ ശിലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും. സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാൻ. ഇതിനു മുമ്പുള്ള വേദപുസ്തകത്തിലെ 8 പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഒന്നും സൈന്യങ്ങളുടെ യഹോവ എന്നൊരു പേര് ദൈവത്തിന് കാണാൻ കഴിയുന്നില്ല. 1-2 ശമൂവേൽ പുസ്തകങ്ങൾ വായിച്ചാൽ 11 പ്രാവശ്യം സൈന്യങ്ങളുടെ യഹോവ എന്ന പ്രയോഗമുണ്ട്. ബൈബിൾ ആകമാനം നിങ്ങൾ പരിശോധിച്ചാൽ 281 പ്രാവശ്യം, 2, 8 and 1, 281 പ്രാവശ്യം സൈന്യങ്ങളുടെ യഹോവ എന്ന പ്രയോഗമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന് സൈന്യങ്ങളുടെ യഹോവ എന്നൊരു പുതിയ നാമം വന്നതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഒന്നാമത്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല സൈന്യത്തിൻ്റെയും നാഥൻ ദൈവമാണ് എന്നുള്ളതുകൊണ്ട്. സ്വർഗത്തിൽ സൈന്യമുണ്ടോ? പിന്നെ സ്വർലോകത്തിൽ സൈന്യമുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം നാഥൻ, ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ. പിന്നീട് ഈ രാജഭരണം തുടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട്, ഈ രാജഭരണം ഉണ്ടായ കാലഘട്ടത്തിലാണ് രാജാക്കന്മാർ സൈന്യത്തെ നിലനിൽക്കുന്ന സൈന്യങ്ങളെ ഉണ്ടായി, സ്റ്റാൻഡിങ് ആർമി എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ അങ്ങനെയല്ല. അത്യാവശ്യം വരുമ്പം ഗിദെയോനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക, ശിംശോനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ പച്ചത്താടിയല്ല്, പന്തം, കുടം എന്നൊക്കെ പറഞ്ഞാൽ അന്നേരം ആവശ്യമുള്ള കുറേ പേരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു യുദ്ധത്തിന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാജഭരണം വന്നു കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർക്ക് എന്നും സൈന്യം വേണം, നിരന്തരം ഒരു സൈന്യം വേണം, സൈന്യാധിപനൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ ആശ്രയം എങ്ങോട്ട് പോകും? ഈ സൈന്യത്തിലേക്ക് പോകും. സൈന്യനാഥൻ വലിയ ആളാണെന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പോൾ അത് ഒഴിവാക്കാനും യഥാർത്ഥത്തിൽ എല്ലാ സൈന്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ് എന്നറിയിക്കുന്നതിനുമാകാം സൈന്യങ്ങളുടെ യഹോവ എന്ന പേര് ദൈവം അസ്യൂം ചെയ്യുന്നതായിട്ട് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഏതാണെങ്കിലും ഈ പുസ്തകം മുതലാണ് ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ യഹോവ എന്ന പേര് വരുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, മശിഹ എന്ന പ്രയോഗം ആദ്യമായിട്ട് വരുന്നത്. മശിഹ എന്ന് പറഞ്ഞാൽ എന്താ? ഹിസ് അനോയിൻറ്റഡ്, അഭിഷിക്തൻ, തൻ്റെ രാജാവ്, തൻ്റെ അഭിഷിക്തൻ. അപ്പോൾ നമ്മൾ മശിഹ വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഈ മശിഹ എന്നുള്ള ആശയം വരുന്നത് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. തൻ്റെ രാജാവ്, തൻ്റെ അഭിഷിക്തൻ, ആ പ്രയോഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. തൻ്റെ രാജാവ്,
തൻ്റെ അഭിഷിക്തൻ, തൻ്റെ അഭിഷിക്തൻ, തൻ്റെ രാജാവ് എന്നുള്ളതാണ് മശിഹ എന്നുള്ളതിൻ്റെ ഇക്വലവൻറ്റ്. അപ്പോൾ അവിടെയാണ് മശിഹ സങ്കല്പം ആരംഭിക്കുന്നത്. അതാണ് പുതിയ നിയമം വരെയും നീണ്ടുപോകുന്നത്. യഹൂദന്മാരിപ്പോഴും ഈ മശിഹയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ള കാര്യം ഈ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഴയ നിയമത്തിലെ ആദ്യ 5 വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഈ പുസ്തകമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വാക്യങ്ങളെല്ലാം ഞാൻ ഈ പുസ്തകത്തിൽ നല്ല പറയാൻ പോകുന്നത്, എങ്കിലും പ്രഷ്യസ് തിങ്സ്, ഇംഗ്ലീഷിൽ പ്രഷ്യസ് എന്നാണ്, മലയാളത്തിൽ വിലയേറിയത് അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് 5 കാര്യങ്ങളാണ് എന്ന് തുടക്കം മുതൽ. ഈ 5 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു എന്ന് മലയാളത്തിൽ, അത് ഇംഗ്ലീഷ് വായിച്ചാൽ ഇറ്റ് വാസ് പ്രഷ്യസ് എന്നാണ്. യഹോവയുടെ വചനം ദുർലഭമായതുകൊണ്ട് കിട്ടാൻ വിഷമമുള്ളൊരു സാധനം മൂല്യമുള്ളതാകുമല്ലോ, വിലപിടിപ്പുള്ളതാകുകയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തായിരുന്നു? പ്രഷ്യസ്, വളരെ വിലപിടിപ്പുള്ളതായിരുന്നു, വ്യാപകമായിട്ട് കിട്ടുന്നതായിരുന്നില്ല. അതുകൊണ്ട് പഴയ നിയമം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള സാധനങ്ങളിൽ ഒന്നാമത്തേത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ശ്രദ്ധിക്കണം. രണ്ടാമത് വീണ്ടെടുപ്പ് ഇതുപോലെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അത് സങ്കീർത്തനത്തിലാണ് നമ്മൾ കാണുന്നത്. 49-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങൾ പലതും ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണെന്ന് മറന്നു പോകരുത്. 49-ാം സങ്കീർത്തനം 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. പ്രഷ്യസ്, മനസ്സിലായോ? വീണ്ടെടുപ്പ് പ്രഷ്യസ് ആണ്, വിലയേറിയതാണ്. വചനം വിലയേറിയതാണ്, വീണ്ടെടുപ്പ് വിലയേറിയതാണ്. മൂന്നാമത് 116-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, തൻ്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയത്. ദൈവത്തിന് വീണ്ടെടുപ്പ് പോലെ തന്നെ വിലയേറിയതാണ് ഭക്തന്മാരുടെ മരണം. 116-ാം സങ്കീർത്തനം 15-ാം വാക്യം. പല വാക്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് 116-ന്റെ 15 വായിക്കാം. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തന്റെ ഭക്തന്മാരുടെ മരണം പ്രഷ്യസ്, ദൈവത്തിന് വളരെ പ്രഷ്യസ് ആണ്. 72-ന്റെ 14 കൂടെ വേണമെങ്കിൽ വായിക്കാം. 72-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം. അവിടെയും ഈ കാര്യം നമുക്ക് കാണാം. തൻ്റെ ഭക്തന്മാരുടെ മരണം വളരെ പ്രഷ്യസ് ആണ്, വിലയേറിയതാണ് ദൈവത്തിന്. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവരുടെ രക്തം, അവരുടെ മരണം, രക്തം എന്ന് പറയുന്നിടത്ത് മരണമാണ് എപ്പോഴും വരുന്നത്. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാലും യേശുവിൻ്റെ മരണമാണ് പ്രഷ്യസ്. അപ്പോൾ ദൈവത്തിന് പ്രഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ദൈവവചനം, വീണ്ടെടുപ്പ്, ഭക്തന്മാരുടെ മരണം. ഇനി സദൃശ്യവാക്യം 20-ന്റെ 15-ലാണ് ജ്ഞാനമുള്ള അധരം, ലിപ്സ് ഓഫ് നോളജ്, ദൈവത്തിന് പ്രഷ്യസ് ആണ്. ഇതെല്ലാം ഈ ശമൂവേലിന്റെ പുസ്തകത്തിൽ തുടങ്ങുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. ആണോ? പരിജ്ഞാനമുള്ള അധരം പ്രഷ്യസ് ടു ഗോഡ്, അത് വിലയേറിയ ആഭരണമാണ്. 139-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ വിലയേറിയതാണ്, പ്രഷ്യസ് ആണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. 5-ാമതായിട്ട് 139-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യം, ദ തോട്ട്സ് ഓഫ് ഗോഡ് ആർ ഓൾസോ പ്രഷ്യസ്. അപ്പം വിലപിടിപ്പുള്ള 4-5 കാര്യങ്ങൾ ശമൂവേലിൻ്റെ പുസ്തകത്തിലുള്ളത്. ഞാൻ വാക്യങ്ങളെല്ലാം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. 139-ന്റെ 17. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. എത്ര ഘനമായവ, എത്ര പ്രഷ്യസ്. നിന്റെ വിചാരങ്ങൾ എത്ര പ്രഷ്യസ്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഘനമേറിയവയാണ്. ജ്ഞാനമുള്ള അധരം വില കൂടിയതാണ്. ഭക്തന്മാരുടെ മരണം വിലയേറിയതാണ്. വീണ്ടെടുപ്പ് വിലയേറിയതാണ്. യഹോവയുടെ വചനം വിലയേറിയതാണ്. ഇതിൻ്റെ എല്ലാം റൂട്ട് നമ്മൾ കാണുന്നത് ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ് എന്ന് ഓർക്കുക. ഇത് കൂടാതെ ശമൂവേലിൻ്റെ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്ന ചില പ്രത്യേക വാക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ അപഗ്രഹത്തിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 1 ശമൂവേൽ 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഈഖാബോദ് എന്ന് പറഞ്ഞാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. 4-21 വായിക്കാം. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ഈഖാബോദ്, അത് പ്രത്യേക ഒരു പ്രയോഗമാണ്. 7-12 എബനേസർ, വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതൊക്കെ. എബനേസർ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. എബനേസർ,
10:24 നമ്മൾ വായിക്കുമ്പോൾ രാജാവേ ജയ ജയ എന്ന് കാണാം. ഗോഡ് സേവ് ദ കിങ്. ഇംഗ്ലീഷിൽ ദൈവം രാജാവിനെ രക്ഷിക്കട്ടെ, മലയാളത്തിൽ ജയ ജയ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജാവേ ജയ ജയ എന്ന് പറഞ്ഞാൽ രാജാവിനെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ്. രാജാവ് ഭരണത്തിലേക്ക് വരികയാണ്, ദൈവം അവന് രക്ഷ നൽകട്ടെ, ബുദ്ധി നൽകട്ടെ എന്ന അർത്ഥത്തിലാണ്. ഈ പ്രയോഗങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ തനിമയുള്ളതാണ് എന്ന് ഓർത്തിരിക്കുക. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ തന്നെ. വളരെ പ്രധാനപ്പെട്ടൊരു ആശയം പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. 30 പ്രാവശ്യം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ അധ്യായങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ 31 അധ്യായമേ ഉള്ളെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ 31 അധ്യായങ്ങളിൽ 30 പ്രാവശ്യം പ്രാർത്ഥന പരാമർശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം നമുക്കത് പുറകെ നോക്കാവുന്നതാണ്. ആ കാര്യം ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നത് അന്ന് പ്രവാചകൻ എന്നല്ല പറഞ്ഞിരുന്നത്, ദർശകൻ. പക്ഷെ അത് കുറച്ചുകൂടെ അർത്ഥപൂർണമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. പഴയ പേര് ദർശകൻ എന്നാണ്, ഇപ്പോൾ പ്രവാചകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നുള്ളതും, ഒന്ന് പഴയ പേരാണെന്നും ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പ്രവാചകനെന്നും ആ വാക്യം വ്യക്തമാക്കുന്നുണ്ട്. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിക്കുവാൻ പോകുമ്പോൾ വരുവിൻ നാം ദർശകന്റെ അടുക്കൽ പോകുക എന്ന് പറയും. ദർശകന്റെ അടുക്കൽ പോവുക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ പ്രവാചകന്റെ ഒരു പഴയ പേര് ഒരു പക്ഷേ കുറെ കൂടെ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്കാണ് ദർശകൻ, പ്രവാചകൻ. ദർശകൻ എന്ന് പറയുമ്പോൾ എത്ര മുന്നോട്ട് കയറി എത്ര ദൂരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ദർശിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ദർശകൻ. അതോടൊപ്പം തന്നെ ഈ പ്രവാചകൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശമൂവേലിനെ നമ്മൾ വേദപുസ്തകത്തിൽ അറിയുന്നത് ആദ്യത്തെ പ്രവാചകനായിട്ടാണ്. ഇതിന് മുമ്പ് പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകം പഠിച്ച സമയത്ത് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരുമെന്ന് മോശ പറഞ്ഞപ്പോൾ മോശ ആരായിരുന്നു? പ്രവാചകനായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ ഉണ്ടെങ്കിലും വേദപുസ്തകത്തിൽ ആദ്യത്തെ പ്രവാചകനായിട്ട് ഗണിച്ചിരിക്കുന്നത് ശമൂവേൽ ആദിയായ പ്രവാചകന്മാർ എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകന്മാർ അവരുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങിയതും അതുപോലെ പ്രൊഫറ്റിക് മിനിസ്ട്രി, പ്രവചന ശുശ്രൂഷ ഒരു പ്രത്യേക ശുശ്രൂഷയായിട്ട് പ്രവാചക ഗണത്തെയൊക്കെ സ്കൂൾ ഓഫ് പ്രോഫസി ഒക്കെ ഉണ്ടാക്കി അത് മുന്നോട്ട് കൊണ്ടുവന്നത് ശമൂവേലിൻ്റെ കാലം മുതലാണ്. അതിന് കാരണമുണ്ട് കേട്ടോ. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, രാജാക്കന്മാർ സ്വാർത്ഥമതികളായിട്ട് ഭരണത്തിൽ തുടർന്നപ്പോൾ അവരെ ദൈവത്തിൻ്റെ ആലോചന ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? പ്രവാചകന്മാരെയാണ്. അതുകൊണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ വേദപുസ്തകത്തിൽ 17 പ്രവചന പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ പ്രവാചകന്മാരെല്ലാം ജീവിച്ചിരുന്നതെന്നുള്ളത് ഓർക്കണം. ബൈബിൾ സർവേ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് രാജാക്കന്മാരുടെ പേരും ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ പേരും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് പ്രയോജനകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവചന ശുശ്രൂഷ തുടങ്ങിയത് ശമൂവേലാണെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യത്തെ പ്രവാചകനെന്ന് ഗണിക്കുന്നത്. മാത്രമല്ല 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിച്ചാൽ, 1 ശമൂവേൽ 3:20 വായിച്ചാൽ ശമൂവേലിനെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദാൻ മുതൽ ബെർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ജനം ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം അങ്ങനെ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നു എന്ന് പുതിയ നിയമത്തിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും എബ്രായ ലേഖനത്തിൽ നിന്നും വായിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ആദ്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. എന്ന് മോശെ പറഞ്ഞുവല്ലോ, അത്രയുമല്ല ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ആദ്യം നമ്മൾ 3:24 വായിച്ചത്, 13-ന്റെ 20 വായിക്കാം. അതിൻ്റെ ശേഷം അവൻ അവർക്ക് ശമൂവേൽ പ്രവാചകൻ വരെ ന്യായാധിപതിമാരെ കൊടുത്തു. ശമൂവേൽ പ്രവാചകൻ വരെ, പ്രവാചകൻ. അപ്പോൾ ഇനി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 32 വിശ്വാസവീരന്മാരുടെ പേരുകൾ പറയുന്ന ഇനി എന്ത് പറയണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താവ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കുവാൻ. ശമൂവേൽ മുതലായ, അപ്പം പ്രവാചകന്മാരുടെ പേര് വരുന്നുടനെ ആദ്യം എടുത്തു പറയുന്നത് ആരുടെ പേരാണ്? ശമൂവേലിൻ്റെ പേരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലം മുതലാണ്
പ്രവചനം ഒരു പ്രത്യേക ശുശ്രൂഷയായിട്ട് അത് രേഖപ്പെടുത്തുന്ന തരത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് വിശ്വസ്ത പ്രവാചകനായ ശമൂവേൽ മുതൽ ആ കാര്യം വരുന്നത്. നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും 19-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലുമൊക്കെ പ്രവാചക ഗണം എന്ന് നാം കാണുന്നുണ്ട്. പ്രവാചകൻ മാത്രമല്ല, പ്രവാചക ഗണം. 10-5 സ്കൂൾ. അതിന്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോട് കൂടെ പൂജാഗിരിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. പ്രവാചക ഗണത്തെ അപ്പം ഇങ്ങനെ ഒരു പ്രവാചക ഗണം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് പ്രോഫസി എന്നാണ് ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു ഗണത്തെ വാർത്തെടുത്തതിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചത് ശമൂവേൽ. 19-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിച്ചാൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ആൻഡ് ലെഡ് ബൈ ശമൂവേൽ. ശമൂവേലാണ് അങ്ങനെ ഒരു പ്രവാചക ഗണത്തെ വാർത്തെടുത്തതും അതിന് നേതൃത്വം കൊടുത്തതും എന്ന് 19-ന്റെ 20-ൽ നിന്ന് വ്യക്തമാണ്. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവർത്തിക്കുന്നതും, പ്രവാചക സംഘം, ഗണം അല്ലെങ്കിൽ സംഘം പ്രവർത്തിക്കുന്നതും, ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ, ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടു. മനസ്സിലായോ? ഒരു പ്രവാചക ഗണത്തെ, ഒരു പ്രവാചക സംഘത്തെ, സ്കൂൾ ഓഫ് പ്രോഫസിയെ സംഘടിപ്പിച്ചതും അവർക്ക് തലവനായിട്ടിരുന്നതും അവരെ ദൈവത്തോട് ആലോചന ചോദിച്ച് രാജാക്കന്മാരെയും ജനങ്ങളെയും അറിയിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തതിൽ ശമൂവേലിന് ഒരു നിർണായകമായ പങ്കുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിനി രാജാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മിക്കവാറും രാജാക്കന്മാർ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ അവർ ദൈവാലോചന വിട്ട് സ്വന്തം ആലോചനയ്ക്ക് അവരുടെ വഴിക്കൊക്കെ ഭരണം കൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു. ജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കുകയും അവർ പാപം ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴൊക്കെ അവരെ ഓർമ്മപ്പെടുത്താനായിട്ട് ദൈവം ഉപയോഗിച്ചത് പ്രവാചകന്മാരെയാണ്. ഇപ്പോൾ പ്രവാചകന്മാരുടെ ഒരു ഗണമുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തും, കാരണം ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇല്ലല്ലോ, അല്ലേ? നമുക്ക് ഇതുപോലത്തുള്ള ഫോണുകളോ, ഇന്ന് ഉള്ളതുപോലെ ആധുനിക ഫോണുകളോ ടെലിവിഷൻ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രവാചക ഗണം രാജ്യത്തുടനീളം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഈ ആലോചന എല്ലായിടത്തും എത്തുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രവാചക ഗണത്തെ, പ്രവാചക സംഘത്തെ അദ്ദേഹം രൂപപ്പെടുത്തിയത് എന്ന് അറിഞ്ഞിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ഈ പ്രവാചക ഗണവും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടപ്പോൾ ഒരു വാക്യം പറഞ്ഞായിരുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിനാലത്രേ. ആ ആത്മാവിൻ്റെ പ്രവർത്തനം പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അറിയാൻ 1-2 വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത് 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും 9-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. 9-ാം വാക്യം, ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. വേറൊരു ഹൃദയം. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണ്? വി ഗെറ്റ് അനദർ ക്യാരക്ടർ. പിടികിട്ടുന്നുണ്ടോ? വേറൊരു ഹൃദയം, ഒരു റീജനറേറ്റഡ്, പുതുജന്മം പ്രാപിച്ച പുതിയൊരു ഹൃദയം. നമ്മൾ കാലേബിനെ കുറിച്ചും യോശുവയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പം അവർക്ക് എന്തുണ്ടായിരുന്നു? വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു. എല്ലാവരും ചിന്തിച്ചതുപോലെ എല്ലാവരും ചിന്തിച്ചത്. വൈ? ബിക്കോസ് ദേ ഹാഡ് ദ ഹോളി സ്പിരിറ്റ്. അവരിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചത് കൊണ്ട് അവർക്ക് വേറൊരു ഹൃദയം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും പ്രവചന ആത്മാവും ഒക്കെ നമ്മളിലേക്ക് വരുമ്പോൾ ഒന്നാമത് ഉണ്ടാകുന്നത് എന്താണ്? വേറൊരു ഹൃദയം. അത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവാണ് നമുക്ക് വ്യത്യസ്തമായ ഒരു ഹൃദയം, ഒരു കാഴ്ചപ്പാട്, ഒരു സ്വഭാവം നൽകുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. മനസ്സിലായോ? ഓതർ ഓഫ് ഗോഡ്ലി ആങ്കർ. ദൈവികമായ ഒരു കോപം എന്ന് പറയുന്നത് പാപത്തിനെതിരെ ഉള്ളതാണ്, അശുദ്ധാത്മാക്കൾക്കെതിരെ ഉള്ളതാണ്. അപ്പം വേറൊരു സ്വഭാവമുള്ള ആൾക്ക് നല്ല ആത്മാവ് ഏതാണെന്നും തെറ്റായ ആത്മാവ് ഏതാണെന്നും പാപം ഏതാണെന്നും പാപപ്രവൃത്തികളല്ലാത്ത നന്മ പ്രവൃത്തി ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് ഈ പരിശുദ്ധാത്മാവാണ് ഓതർ ഓഫ് ഗോഡ്ലി ആങ്കർ. ദൈവാത്മാവ് ശക്തിയോടെ വന്നു, കോപം ജ്വലിച്ചു എന്ന് പറയുമ്പോൾ ഏതിനെ മനസ്സിലാക്കണം, ഏത് തരത്തിൽ മനസ്സിലാക്കണമെന്നുള്ളത് ആത്മാവാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് 16-ാം അധ്യായത്തിൻ്റെ 13-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ
ദാവീദിനെ കുറിച്ച് നമ്മളവിടെ കാണുന്നത് അവൻ നിപുണൻ, പരാക്രമശാലി, വാക്ചാതുര്യമുള്ളവൻ എന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. യഹോവയുടെ ആത്മാവ് ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. 18-ാം വാക്യം. ആത്മാവ് വന്നു, പിന്നെ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ബാല്യക്കാരിൽ ഒരുത്തൻ ബെത്ലേഹേമിനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണൻ, പരാക്രമശാലി, യോദ്ധാവ്, വാക്ചാതുര്യമുള്ളവനും. ഇതെങ്ങനെ സംഭവിച്ചത്? ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് കെയിം അപ്പോൺ ഹിം. ആത്മാവ് അവന്റെ മേൽ വന്നതുകൊണ്ടാണ് ഹി ബിക്കെയിം പ്രൂഡന്റ് ഇൻ മാറ്റേഴ്സ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിപുണതയുള്ള ഒരാളായിട്ട് മാറിയത് അവൻ്റെ സ്വന്തം കഴിവോ സ്വന്തം ശക്തിയോ സ്വന്തം ഭക്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് വേറൊരു ഹൃദയം കിട്ടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ് ദൈവം സ്വീകരിക്കുന്ന കാര്യങ്ങളെയും ദൈവം വെറുക്കുന്ന കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ഗോഡ്ലി ആങ്കർ വെളിപ്പെടുത്താനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരു സാധനമുണ്ട് കേട്ടോ. ഗോഡ്ലി ആങ്കർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കോപം ജ്വലിക്കുന്ന, അതായത് പാപം കാണുമ്പോൾ അതിനെതിരെ, അശുദ്ധാത്മാവിനെ കാണുമ്പോൾ അതിനെതിരെ കോപം ജ്വലിക്കുന്നത് നമുക്ക് യഥാർത്ഥ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് പ്രൂഡൻറ്റ്, അതായത് നിപുണത, പരാക്രമത്വം, വാക്ചാതുര്യം, യോദ്ധാവ്, ഇതൊക്കെ ദൈവാത്മാവ് നൽകിയതാണ്. അതിൻ്റെ എല്ലാം ഫലം കൊണ്ട് 16-14 വായിക്കുമ്പോൾ ദുരാത്മാവിൻ്റെ മേൽ ഉള്ള സ്വാധീനം പരിശുദ്ധാത്മാവിലാണ് ലഭിക്കുന്നത്. ദുരാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ആളുകളെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 16-14. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിന് ദുരാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് വിട്ടുമാറിയാൽ അവനിലേക്ക് എന്താത്മാവ് വരും? ദുരാത്മാവ് വരും. അതുകൊണ്ടാണ് എപ്പോഴും ആത്മാവിനെ അവിടെ അനുവദിക്കണം. കർത്താവും പറഞ്ഞല്ലോ, ദുരാത്മാവ് ഒരുത്തനെ വിട്ടുപോയിട്ട് അല്ലേ, അത് അടിച്ചു വാരി പരിശുദ്ധാത്മാവ് നിറയാതെ ഇരിക്കുകയാണെങ്കിൽ അവനിലും ശക്തിയേറിയ ആത്മാക്കൾ മടങ്ങി വരും. അതുകൊണ്ട് ദുരാത്മാവിൻ്റെ സ്വാധീനം നമ്മളിൽ വന്ന് കറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എപ്പോഴും നമ്മളെ ഈവിളിൽ നിന്ന് പ്രിസർവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് മറന്നു പോകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് നാം വളരെ സംക്ഷിപ്തമായിട്ട് ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ മുഖ്യ വിഷയം പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ശമൂവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി. 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം 27-ാം വാക്യം. ഹി വാസ് ബോൺ ഇൻ ആൻസർ ടു പ്രെയർ. പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേൽ എന്ന് പറയുന്നത് എന്ന് മറക്കരുത്. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ശമൂവേൽ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, പ്രാർത്ഥനയുണ്ട് അവിടെ. മനസ്സിലായോ? ദ വെരി നെയിം സാമുവേൽ ടെൽസ് യു ദാറ്റ് ദർ ഈസ് പ്രെയർ ആൻഡ് ഹി വാസ് ബോൺ ഇൻ ആൻസർ ടു പ്രെയർ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ശമൂവേൽ എന്ന ബാലൻ ജനിച്ചത് എന്ന കാര്യം മറക്കരുത്. ഈ ശമൂവേൽ എവിടെ വളർന്നു വന്നത്? 2-21 നാം വായിക്കുന്നത് അവൻ യഹോവയുടെ സന്നിധിയിൽ വളർന്നു എന്നാണ്. 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ മകനായതുകൊണ്ട് അവൻ വളർന്നത് തന്നെ ദൈവസന്നിധിയിലാണ്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ജനിച്ച മകനോട് ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാം. ഏലി അവിടെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ഇടപെട്ടത് ആരോടാണ്? ശമൂവേൽ ബാലനോ. അവന് മനസ്സിലായില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഏലി പറഞ്ഞു കൊടുത്തല്ലോ, അങ്ങനെയാണ് അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു. അപ്പോൾ ആ സംഭവമൊക്കെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. ഉത്തരവാദിത്വ ബോധത്തിലേക്ക് അദ്ദേഹം വന്ന് ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് 7-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. 7-5 മുതൽ 10 വരെ വായിക്കണം. നമുക്ക് സമയം ലാഭിക്കാൻ 5-ാം വാക്യം. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. 8-ാം വാക്യം. അവൻ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു, യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ്
പിന്നെ ശമൂവേൽ മിസ്പായിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. അപ്പം ദൈവത്തോട് പറയുകയാണ്. എന്നിട്ട് 9 വാക്യം, അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. അതാണ് കണ്ടോ, ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ രാജ്യം ഒരു രാജാവിനെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശമൂവേൽ എന്ത് ചെയ്തു? ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം നമുക്ക്. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞങ്ങളെ ഭരിക്കേണ്ടതിനും രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. 20-21 വാക്യങ്ങളിലൊക്കെ അതിന്റെ മറുപടിയും ഒക്കെ കിടപ്പുണ്ട്. മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകന്മാരായി പുറപ്പെടുകയും ഞങ്ങളെ യുദ്ധത്തിന് നടത്തുകയും വേണമെന്ന് അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിന്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ശമൂവേൽ എല്ലാ കാര്യങ്ങളും ആരോട് അറിയിച്ചു? ദൈവത്തോട് അറിയിച്ചു. ദൈവം ശമൂവേലിനോട് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, യഹോവ ശമൂവേലിന് പല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നത് കൊണ്ട്. 9:15. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിനെ വെളിപ്പെടുത്തി. ആണോ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് രഹസ്യം വെളിപ്പെട്ട് കിട്ടുകയാണ്. വരുന്നതിന് ഒരു ദിവസം മുമ്പേ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത് ശമൂവേലിന് വെളിപ്പെട്ട് കിട്ടി. സോ എ പ്രേയിങ് മാൻ ലേൺസ് സീക്രട്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് രഹസ്യങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയഭാവമാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു 12-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് 23 മാത്രം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 23. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഉണ്ടോ? അപ്പോൾ അതൊരു ഹൃദയഭാവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ പാപം ചെയ്യാൻ ഇടവരരുത്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് ശമൂവേൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് ദ കീ നോട്ട് ഓഫ് ഹിസ് ലൈഫ് വാസ് പ്രെയർ എന്ന് പറയാം. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, താല്പര്യം എന്തായിരുന്നു? പ്രാർത്ഥിക്കണം എന്നുള്ളത് ആയിരുന്നു. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു താരതമ്യം കൂടെ പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത് 28-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. 28-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ശൗലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളിയില്ല എന്ന് നാം കാണുന്നുണ്ട്. ശമൂവേൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ശൗൽ അധികാരത്തിലൊക്കെ വരുന്നത്. അദ്ദേഹവും പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ശൗൽ യഹോവയോട് ചോദിപ്പാൻ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. ആണോ? ശൗലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളിയില്ല. പല കാര്യങ്ങൾ അവൻ ചോദിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ ദൈവം എന്ത് കൊടുത്തില്ല? ഉത്തരം അരുളിയില്ല. എന്താ ഉത്തരം അരുളാതിരുന്നത്? അത് നമ്മൾ സങ്കീർത്തനത്തിലാണ് അതിൻ്റെ മറുപടി കാണുന്നത്. 66-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ, ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ പ്രാർത്ഥന കേൾക്കില്ല, കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ല. ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ശൗലിന്റെ ഹൃദയത്തിൽ നിറച്ചെന്തായിരുന്നു? അകൃത്യം, ശരിയല്ലാത്ത കാര്യങ്ങളാണ് നിറഞ്ഞിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. ദൈവം നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണം, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ മാത്രമേ അവനോടുള്ള സംസർഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇതെല്ലാം പഠിക്കുന്ന നിങ്ങൾക്കൊരു ചോദ്യം, ഒരു സംശയം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ ദൈവം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ അവൻ്റെ അടുക്കൽ ചെല്ലുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കാൻ ദൈവത്തിന് സമയമുണ്ടോ എന്നൊക്കെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഇതിനൊരു കൺക്ലൂഷൻ പോലെ. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളുടെ പുരുഷന്മാരോടെല്ലാം പറഞ്ഞത് അവർ സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കയറി, അറ്റ്ലീസ്റ്റ് മിനിമം ആണ് ഈ പറയുന്നത് കേട്ടോ. 34-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ കർത്താവിന്റെ മുൻപാകെ വരണം. കണ്ടോ? പുരുഷന്മാരൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ വരണം.
ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ചെല്ലുവാൻ കയറി പോകുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാരെല്ലാം കയറി പോകുമ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമേ ദേശത്തുള്ളൂ. ദേശത്തെ വേണമെങ്കിൽ ആക്രമിക്കാനായിട്ടൊക്കെ ആളുകൾ വരാം. പക്ഷെ ദൈവം ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് വർഷത്തിൽ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണമെന്ന് പുരുഷന്മാരോട് മുഴുവൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയഭാവം എന്താണെന്നുള്ളത് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം. പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട്, ദൈവത്തിന് നമ്മുടെ ശബ്ദം കേൾക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഇടപെട്ട ഒരു ദൈവത്തെയാണ് 1 ശമൂവേൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥനയെ അവഗണിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. പ്രാർത്ഥന, പ്രവചനം, ദൈവത്തിൻ്റെ ആത്മാവ്, ഈ കാര്യങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. ഈ കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിനൊരു പുതിയ പേരും ഈ പുസ്തകത്തിൽ നാം കാണുന്നത്, സൈന്യങ്ങളുടെ യഹോവ. കാരണം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സകല സൈന്യവും, സ്വർഗത്തിലെ ആകട്ടെ ഭൂമിയിലാകട്ടെ എല്ലാ കാര്യങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ അതാണ് 1 ശമൂവേൽ.